ആദ്യമായി എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്ന പ്രിയ കൂട്ടുകാർ അറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി അറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായി വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ ഈ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ വീഡിയോയുമായി ബന്ധപ്പെട്ട വല്ല ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയായി കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോയിൽ ഒരു അടിപൊളി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയ്ക്ക് DSLR ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഫോണിലൂടെ എടുക്കുന്ന പിക്ചേഴ്സിന് നൽകാൻ സാധിക്കും. നമുക്കറിയാം, DSLR ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഏത് കാര്യമാണ് നമുക്ക് ക്ലിയറായി വേണ്ടത് അത് മാത്രമായി ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായി നല്ല മനോഹരമായ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ എടുക്കാൻ സാധിക്കും. നമുക്കറിയാം, പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ലഭിക്കും. പക്ഷെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊന്നും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നത് കാണാറില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻ 100% നല്ല വർക്കിംഗ് ആണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആഫ്റ്റർ ഫോക്കസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ആദ്യമായി തന്നെ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാമറ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലൈവായി തന്നെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് എടുക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഡീഫാൾട്ടായിട്ടുണ്ടാകുന്ന ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഈ രണ്ടാമതായി കാണുന്ന ആൽബം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്നും ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴി ഫോട്ടോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുമ്പോൾ ഫോട്ടോ റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും, ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ക്യാമറ ഉപയോഗിച്ച് തന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം രണ്ടാമത് കാണുന്ന ആൽബം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ മൂന്നാമതായി പ്രൊജക്റ്റ് എന്ന് കാണാം. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന ഫോട്ടോസ് ഇതുപോലെ പ്രൊജക്റ്റ് എന്നുള്ളതിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഈ ആൽബം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഞാനൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇതിലേക്ക് നമുക്കൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ആദ്യമായി കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഫുള്ളായി സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതാണ് ബ്ലർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യണം. അതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണോ ബ്ലർ ചെയ്യേണ്ടത് അത് ഇതുപോലെ ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ച് ഭാഗങ്ങൾ ഇവിടെ സെലക്ട് ആയിട്ടില്ല. അത്തരം സെലക്ട് ആകാത്ത ഭാഗങ്ങൾ ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായി ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഫോട്ടോ സൂം ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഏകദേശം ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലായി കാണുന്ന ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ ഈ സേവ് എന്നുള്ളതിൻ്റെ തൊട്ടിപ്പുറത്തായി കാണുന്ന ഒരു ഫോട്ടോയുടെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ബ്ലർ ഓപ്ഷനിലേക്ക് കിടക്കാം. അതിനായി താഴെ ഫസ്റ്റ് കാണുന്ന ബ്ലർ എന്ന
ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 തരത്തിൽ ബ്ലർ ചെയ്യാൻ സാധിക്കും. ലെൻസ് ബ്ലർ, മോഷൻ ബ്ലർ, സൂം ബ്ലർ. ഇതിൽ ഏറ്റവും പെർഫെക്ഷൻ കിട്ടുന്നത് ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ലെൻസ് ബ്ലറാണ്. നമുക്ക് മോഷൻ ബ്ലർ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതുപോലൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഇതിൽ ഏറ്റവും പെർഫെക്ഷൻ കിട്ടുന്നത് ലെൻസ് ബ്ലറാണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ബ്ലർ കൂട്ടാൻ കുറക്കാനും സാധിക്കും. അതുപോലെ ബ്ലറിൻ്റെ തൊട്ട് താഴെയായി ഫെദർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് എപ്പോഴും കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഇത് കൂട്ടുന്നതിലൂടെ നമുക്ക് ഈ ഫോട്ടോയുടെ എഡ്ജ് നല്ല ഫിനിഷിങ് കിട്ടാൻ സാധിക്കും. ഫോട്ടോ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകും. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായി ആൻറ്റി അലിയാസ് എഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെപ്പോഴും ടിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫിൽട്ടർ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോയുടെ മാത്രമായി കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാത്രമായി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫോർഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ഫോട്ടോയുടെ കളറായിട്ട് നമ്മുടെ ഫോട്ടോയുടെ കളർ മാത്രം ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ മുഴുവനായി കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഈ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിനി ഈ ആപ്ലിക്കേഷൻ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അതിനായി മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് യെസ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ആഡ് വരുന്നതായിരിക്കും, കാരണം ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ശേഷം ഇത് ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. നമുക്കിനി ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോയും ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻറ്റ് ഒന്ന് നോക്കി നോക്കാം. അതിനായി നമുക്കൊന്ന് ഗാലറി എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഈ ഒറിജിനൽ ഫോട്ടോയും ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻറ്റ്. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ശരിക്കൊരു DSLR ക്യാമറ വഴി എടുത്തൊരു എഫക്റ്റാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരം അറിവുകൾ അറിയാത്തവരിലേക്കും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.